രാജാവിനെ പോലും വിമർശിക്കാനുള്ള അധികാരം ചാക്യാർക്കുണ്ട്. എത്ര അജയനായ നേതാവാണെങ്കിലും ചാക്യാർ ഒന്ന് കളിയാക്കിയേ വിടുള്ളൂ. ചില പ്രത്യേക ഏക്ഷനുകൾ കാട്ടിയാണല്ലോ കളിയാക്കലും കുത്തലുമൊക്കെ. അടുത്തിടെ മലയാളികൾ പഠിച്ച ഒരു പ്രത്യേകതരം രക്ഷാപ്രവർത്തനമുണ്ടല്ലോ, ചാക്യാർ അതെടുത്തിട്ട് അങ്ങടലക്കി. ഒരാവശ്യമില്ലെങ്കിലും എവിടെയെങ്കിലും ചെന്ന് രണ്ട് കല്ലെടുത്തെറിയാ. കല്ലെറിയലും കഴിഞ്ഞ് വല്ലവരും വഴി കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ വാഹനത്തിന് മുമ്പിലേക്ക്, രഥത്തിന്റെ മുമ്പിലേക്ക് ചാടിച്ചില്ല. മുമ്പിലേക്കൊന്നും വേണ്ട, ഒരു ഭാഗത്ത് ഒരു കാലം അകലെ നിന്ന് ചാടിയാലും തല കിട്ടുന്നുള്ള അവസ്ഥയാണ്. കൂടെ ഒരു കറുത്ത കഷ്ണം തുണിയും കൂടി ഉണ്ടെങ്കിൽ കേമായി. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്ന് തല പൊളിച്ചാലും സാരില്ല. തല പൊളിച്ചാൽ അതിനും വേറെ വ്യാഖ്യാനം ഉണ്ടെന്നാ കേൾക്കണേ. രക്ഷിക്കാന്നാ പറയണതേ. അപ്പൊ എന്താ, അടി കിട്ടിയാലും വിരോധമില്ല, തല പൊളിച്ചാലും വിരോധമില്ല. സഖാക്കളെ കൂടെ കൂട്ടിയാലേ കാര്യം നടക്കൂ എന്ന് ചാക്യാരും സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് സഖാവിനെ കൂടെ കൂട്ടിയിരുന്നത്. സഖാക്കളൊന്നും കൂടെ കൂട്ടിക്കൂടാ, കാര്യം നടക്കുന്ന ഇന്നത്തെ കാലത്ത് സഖാക്കളെ വളർത്തുന്ന കാര്യമാണ്. കൊട്ടുമ്പോൾ എല്ലാവരെയും കൊട്ടണം. ഇപ്പോൾ അധികം ഊക്കില്ലാത്ത കൈക്കാർക്കും കണക്കിന് കിട്ടി. സഖാക്കൾക്കാണെങ്കിലോ ദേശം കയ്യൂക്ക് കൂടുതലാണ്. കയ്യൂക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കില് ഇപ്പോ കയ്യിന് അത്ര ഊക്കില്ലാത്ത കാലാണ്. ഊക്ക് കൂട്ടാൻ വേണ്ടി ചില വിഭവമായിട്ട് തെക്കോട്ടും വടക്കോട്ടൊക്കെ ഓടുണ്ട്. ഇനിയിപ്പോ ഒരു പക്ഷം ജയിച്ചാലോ ആ ഒരു പ്രതീക്ഷയിലാണ് കയ്യിന്റെ കൂട്ടര്. എന്തായാലും പ്രതീക്ഷ വെക്കണം, നല്ലതാണ്. എന്തായാലും ചാക്യാർ പറയാനുള്ളത് പറഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ ചാക്യാരെ കസ്റ്റഡിയിൽ എടുക്കുമോ എന്തോ. ഞങ്ങൾ എന്തായാലും കൂത്ത് കാണാൻ കയറിയതാണ്. ഇതിൽ ഗൂഢാലോചനയില്ല സാർ.